1 യോഹന്നാൻ 1:9 എടുത്തേ. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റുപറയുന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ആദിമകാലങ്ങളിലൊക്കെ ജനങ്ങളോട് പബ്ലിക്കായിട്ടാണ് ആൾക്കാർ പാപങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അവർക്കന്ന് അത്ര അഹങ്കാരം ഇല്ലായിരുന്നു. ജനങ്ങൾക്ക് അഹങ്കാരം കൂടിയപ്പോഴാണ് അത് കുമ്പസാരക്കൂട്ടിൽ വൈദികനോട് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ള പാരമ്പര്യം ഉണ്ടായത്. ജനങ്ങൾ പബ്ലിക്കായിട്ടാണ് പാപങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എന്താ കാര്യം? അവർക്ക് ആ ഏറ്റുപറച്ചിലൂടെ വിശുദ്ധി ലഭിക്കുമെന്നും കർത്താവുമായിട്ട് ഐക്യപ്പെടുമെന്നും സ്വർഗരാജ്യത്ത് അവകാശിയാകണമെന്നും ദൈവത്തെ കൂടെ സഞ്ചരിക്കാൻ കഴിയുമ്പോൾ അവരെന്ത് കോംപ്രമൈസിനും തയ്യാറാകും. അനുതാപത്തോടെ അവർ പബ്ലിക്കായിട്ട് താൻ ചെയ്ത തെറ്റുകൾ പറയും. പക്ഷേ കാലാന്തരത്തിലാണത് കർത്താവ് യോഹന്നാന് കൊടുത്തിരിക്കുന്ന അപ്പോസ്തലന്മാർക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനമില്ലേ, നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അവ മോചിക്കപ്പെടും എന്നുള്ള ഈ യോഹന്നാൻ 20:23 അനുസരിച്ചുള്ള വാഗ്ദാനം അനുസരിച്ചുകൊണ്ടാണ് നമ്മളിപ്പോഴേ ആ പാരമ്പര്യം ഫോളോ ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായ വൈദികനോട് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപങ്ങൾ ഏറ്റുപറയുന്നത്. പക്ഷേ ഏറ്റുപറയുമ്പോൾ എന്താ സംഭവിക്കണത്? എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഏറ്റുപറയുമ്പോൾ അനീതികളിൽ നിന്ന് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈശോ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം നീട്ടി വെക്കരുതേ, 2 ആഴ്ച കൂടുമ്പോൾ ഏറ്റു പറയണേ. അപ്പോൾ എന്താ, അത് നമ്മുടെ മാനസാന്തരത്തിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കണം. അപ്പം ഞങ്ങൾ പോയി 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് അത് ചെയ്യേണ്ടതല്ലേ.